ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് പുതിയതായിട്ടുള്ള ഇതുവരെ സെയിൽ ചെയ്യാത്ത പൂച്ചെടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏകദേശം 100ഓളം പ്ലാന്റ്സുകളാണ് നമ്മളെ വീഡിയോയിൽ നിരത്തിയിരിക്കുന്നത്. ഓരോ പ്ലാന്റിൻ്റെയും വില 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഓർഡർ എടുത്ത് 20 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത്. ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 200 രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈൽഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. DTDC കൊറിയർ വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത്. പിന്നെ ഓർഡർ തരുമ്പോൾ വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ആണ് അയക്കേണ്ടത്. പാക്കിംഗ് സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് വോയിസിലൂടെയുള്ള ഓർഡറുകളാകുമ്പോൾ. അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കാം. എല്ലാം മീഡിയം സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് പ്ലാന്റ് ബേബിസീനിയയുടെ ഈ ഒരു കളറാണ് കേട്ടോ, യെല്ലോ, പിന്നെ ഡാർക്ക് ഓറഞ്ച്, പിന്നെ അതേപോലെ തന്നെ വൈറ്റ് കളറിലെ, അങ്ങനെ 3 കളറിലെ ബേബിസീനിയ അല്ലെങ്കിൽ സ്റ്റാർ സീനിയാണ് നമ്മളുടെ ആദ്യത്തെ പ്ലാന്റുകൾ വരുന്നത്. പിന്നെ അടുത്തത് ബ്രഹ്മിയാണ് കേട്ടോ, മെഡിസിനൽ പ്ലാന്റ് ആണ്. ബ്രഹ്മിയുടെ തൈകളുണ്ട്. അടുത്തായിട്ട് ആടലോടകത്തിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ പെടുത്തി കൊടുക്കുന്നുണ്ട്. മെഡിസിനൽ പ്ലാന്റ് ആണ്. അടുത്തത് കേശവർദ്ധിനിയാണ്. മെഡിസിനൽ പ്ലാന്റും ആണ്, ഓർണമെൻ്റൽ പ്ലാന്റും ആയിട്ട് വളർത്തുന്നതാണ്. അടുത്തത് ഡവ് ഓർക്കിഡ് അല്ല, ഡവ് ടെയിൽ ഓർക്കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വെളുത്ത തിരിതിരി പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. അടുത്തത് എലമുളച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ്. അടുത്തത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. ആഫ്രിക്കൻ മല്ലിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്. നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ്, വളരെ അപൂർവമായിട്ട് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത്. അടുത്തത് സിഗരറ്റ് കൂഫിയാണ് കേട്ടോ. നമ്മൾ ഏകദേശം 48 മണിക്കൂർ മാത്രമാണ് ഈ ഒരു റേറ്റിൽ പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. അടുത്തത് പീലിയ ഡിപ്രസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. അടുത്ത പ്ലാന്റ് ലാൻഡാനയുടെ 4 കളേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കളറ് റെഡാണ്. 4 കളറല്ല കേട്ടോ, 5 കളറുണ്ട്. അടുത്തത് യെല്ലോ ആണ്. അടുത്തത് വന്നിട്ട് ഡബിൾ കളറിലെ ലാൻഡാനയാണ്. മജന്തയും ഇത് യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ്. അടുത്തത് വയലറ്റ് ലാൻഡാനയാണ്. അടുത്തത് വൈറ്റാണ്. എല്ലാം തന്നെ മിനിയേച്ചറായിട്ടുള്ളത്, ഹാങ്ങിങ്ങിലായിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. വെരിഗേറ്റഡ് ആമസോൺ സ്വാഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരികളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുറ്റിച്ചെടിയാണ്. അടുത്തത് വെരിഗേറ്റഡ് പെഡിലാന്തസിൻ്റെ അല്ലെങ്കിൽ സ്മോൾ റെഡ് ബേർഡിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് സ്റ്റാർ പൊട്ടറ്റോവൈൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളാണ് കേട്ടോ. വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. അടുത്തത് എലിഫൻറ്റിയർ അലോക്കേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ലീഫ് പ്ലാന്റ് ആണ്. അടുത്തത് റെഡ് ജേക്കബിന എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അടുത്തത് യെല്ലോ കൂഫിയ, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ്. ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലിലും വെക്കാവുന്നതാണ്. അതിൻ്റെ വയലറ്റ് കളറാണ് അടുത്ത കളറിലുള്ളത്. അടുത്തത് അതിൻ്റെ വൈറ്റ് നിറത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ 3 കളർ കൂഫിയകളാണ്. പിന്നെ അടുത്ത പ്ലാന്റ് വെർബീനയാണ് കേട്ടോ, നാടനാണ്. നാടൻ വെർബീനയുടെ ഈ ഒരു മജന്ത കളറിലുള്ളതുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് വയലറ്റ് കളറിലുള്ളതാണ് അടുത്തത്. അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ്. അങ്ങനെ 3 കളറിലുള്ള വെർബീനെ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് നമുക്ക് ഐവി പ്ലാന്റ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അടുത്തത് മധുരച്ചീര അല്ലെങ്കിൽ വേലിച്ചീര, ചിക്രി മീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. അടുത്തത് പച്ച നിറത്തിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു കലാത്തിയുടെ തൈകളാണ്. അടുത്ത പ്ലാന്റ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നതാണ്. അടുത്തത് ബീഡിങ് ഹേർട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. അടുത്തത് ചൈനീസ് വയലറ്റ് ആണ് കേട്ടോ. വയലറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറിഗേറ്റഡ് ചൈനീസ് വയലറ്റിൻ്റെ തൈകൾ. അടുത്ത പ്ലാന്റ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബാർലേറിയ അല്ലെങ്കിൽ പാർവതിച്ചെടിയാണ്. അടുത്തത് ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ്. അടുത്ത പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ചങ്ങലം പെരണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബോൺസെറ്റർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അടുത്തത് ഓക്സിജൻ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ്. മൂന്നാമത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ്, കുടവനാണ്. കുടവൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് നാടൻ ചൈനീസ് വാൽസൻ, എല്ലാം റൂട്ടഡ് ആണ് കേട്ടോ. കട്ടിങ്സ് വേര് പിടിപ്പിച്ചതാണ്. അതിൻ്റെ ഈ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അടുത്ത ക്യാറ്റ് സ്റ്റൈലാണ്. മിനിയേച്ചർ ക്യാറ്റ് സ്റ്റൈലിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് റോസ് നിറത്തിലുള്ള ചൈനീസ് ബാൽസത്തിൻ്റെ തൈകളാണ്.
അടുത്തത് വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന വെള്ള ബാർലേറിയയുടെ തൈകളാണ്. അടുത്തത് വയലറ്റ് ബാർലേറിയയാണ് കേട്ടോ. അതൊക്കെ പാർവതി ചെടി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ബാത്റൂം ബബിൾസ് അല്ലെങ്കിൽ ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ കുമിളകൾ പോലത്തെ ഇലകൾ ഉണ്ടാകുന്ന ബബിൾ പ്ലാന്റ് ആണ്. അടുത്തത് പെൻഡാസ് റെഡ്, അതിൻ്റെ തൈകളുണ്ട്. അടുത്തത് റാഫിഡോഫോറ എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് ആണ്. ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് എൻജോയ് പോത്തോസിൻ്റെ തൈകളാണ്. അത് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് റെഡ് കലേഡിയം, നാടൻ ചുവന്ന റെഡ് കലേഡിയത്തിൻ്റെ തൈകളാണ്. അടുത്ത് ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാന്റാണ് റാബിറ്റ് ഇയർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന കുറച്ച് തൈകളാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഹേർട്ട് ഷേപ്പ്ഡ് ഫേണിൻ്റെ തൈകളാണ് കേട്ടോ. അടുത്തത് പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്, ലെമൺ പോത്തോസിൻ്റെ തൈകളാണ്. അടുത്തത് നമുക്ക് കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇലകളിൽ വർണ്ണവിസ്മയം തീർക്കുന്ന പോൾഗ ഡോട്ട് പ്ലാന്റിൻ്റെ 3 കളേഴ്സാണ്. ഒന്ന് നമുക്ക് ഈ ഒരു പിങ്ക് കളറിലെയാണ്, റെഡാണ്. പിന്നെ ഇതാ വൈറ്റ്, പിന്നെ അടുത്തത് നല്ല പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ. അങ്ങനെ 3 കളറ് പോൾഗ ഡോട്ടുകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് റെയിൻ ലില്ലിയുടെ തൈകളാണ് കേട്ടോ. റെയിൻ ലില്ലി പിങ്ക്, റെയിൻ ലില്ലി വൈറ്റ്, അങ്ങനെ 2 കളറ് നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്തത് റെഡ് പാമിൻ്റെ തൈകളാണ് കേട്ടോ. അതും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തതൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. ലോറ പെറ്റുലത്തിൻ്റെ തൈകളാണ്. അടുത്ത പ്ലാന്റ് ആത്തച്ചക്കയുടെ പ്ലാന്റുകളാണ്. അത് നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് യൂഫോബിയയുടെ ഈ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് പെനിവേർഡ് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ്. നോർമലായിട്ടും വെച്ച് വളർത്താവുന്നതാണ്. അടുത്ത മെലസ്റ്റോമയുടെ വയലറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അടുത്തത് പേർഷ്യൻ ഷീൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർപ്പിൾ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് സയാഗ്രാപാമിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് സ്നോ റോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ്. ഇലകളും കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് 4 മണിച്ചെടി അല്ലെങ്കിൽ 4 o'clock പ്ലാന്റിൻ്റെ ഡബിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ്. അടുത്ത പ്ലാന്റ് വയൽ ചീരയുടെ തൈകളാണ് കേട്ടോ. അതും നമ്മൾ ഈ ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നോർമലായിട്ടുള്ളൊരു ബിഗോണിയാണ്, പിങ്ക് കളറിലെ ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് ഈ ഒരു ചെടി കാണാൻ കൂടുതൽ ഭംഗി. അടുത്ത വൈൽഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു സിങ്കോണിയം ഉണ്ടോ, അത് നമ്മൾ ഈ ഓഫറിൽ പെടുത്തിയിട്ടുണ്ട്. അടുത്തത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്, റേറ്റുള്ള പ്ലാന്റാണ്. കുറച്ച് തൈകളാണ് ഉള്ളത് ഈ ഓഫറിൽ കൊടുക്കാൻ. ട്വിസ്റ്റർ ഫേൺ ആണ്. അടുത്തത് ഈ ഒരു സിങ്കോണിയം ഉണ്ട്, നീണ്ട ലീഫോട് കൂടിയിട്ടുള്ള സിങ്കോണിയാണ്. അടുത്തത് നീലലോഹിത ചീരയുടെ തൈകളാണ് കേട്ടോ. അടുത്തത് എഡിബിൾ പൊട്ടറ്റോ വൈൻ്റെ തൈകളാണ്. അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട്. അടുത്ത പ്ലാന്റ് നമുക്ക് വന്നിട്ട് എപ്പീഷ്യയുടെ ഗ്രീൻ കളറ് ലീഫും റെഡ് കളറിലെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട്. അടുത്തത് ചങ്ങലംപരണ്ട അല്ലെങ്കിൽ ബോൺസെറ്റർ പ്ലാന്റിൻ്റെ പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു കലേഡിയോ കേട്ടോ. റെഡും ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അടുത്ത ഏഞ്ചലോണിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റാണ്. അടുത്ത സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. വെർട്ടിക്കലിന് ഹാങ്ങിങ്ങിലും വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. അടുത്തത് ഗന്ധരാജൻ, ഗാർഡേനിയയുടെ വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ്. അടുത്തത് മുറികൂട്ടി അല്ലെങ്കിൽ മുറിവെട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വളർത്തുന്നുണ്ട്. അടുത്ത സിംഗപ്പൂർ ഡേസിയുടെ തൈകളാണ്. അടുത്തത് നെയ്യാമ്പലിൻ്റെ തൈകളാണ് കേട്ടോ. വാട്ടർ പ്ലാന്റ് ആണ്. നിറയെ വെളുത്ത പൂക്കളുണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് വന്നിട്ട് കർട്ടൻ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പൂച്ചമീശ കാറ്റ്സ് വിസ്കേഴ്സ് എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അടുത്തത് റെഡ് ഫിലോഡെൻഡ്രോണിൻ്റെ തൈകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ്. ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ എല്ലാവരും എല്ലാ ആഴ്ചയും ചെയ്യാറുള്ളത് പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുവാണ്. നമ്മളുടെ ഓരോ പ്ലാന്റിൻ്റെ സൈസുകളും കാണിക്കുന്ന ഷോർട്ട് വീഡിയോസ് നമ്മൾ എപ്പോഴും ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു. ബൈ ബൈ.